സമ്മരൻ ബത്ലഹേം എന്നുള്ള സിനിമ ആദ്യം പറയുമ്പം ആദ്യം ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പൂച്ചയും പൂച്ചയ്ക്ക് പിറകിലുള്ള ആളും ഒക്കെയാണ്. പാട്ടിലൂടെ വരിക ഇതാരാ അയച്ചെന്നുള്ള ആ സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് കാലങ്ങളായിട്ട്. അത് റിവീൽ ചെയ്യാൻ എന്തെങ്കിലും കമലഹാസനെ ആലോചിച്ചു, പിന്നെ രജനീകാന്തിൻ്റെ പേര് പറഞ്ഞു, അങ്ങനെ പല പേരുകൾ പറഞ്ഞ് അവസാനം മോഹൻലാൽ ആയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ മോഹൻലാലിൻ്റെ പേരിലേക്ക് എത്തി. ലാല് വരുന്നതോടെ തിയേറ്റർ അങ്ങ് പൊളിഞ്ഞു. അത്ര ബഹളമാണ്, പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അത്രയും ഗംഭീരമായൊരു ഷോട്ടും മ്യൂസിക്കും എല്ലാം കൂടെ വന്നിട്ട് അയാളുടെ നമ്മളിപ്പോൾ ഒരുപാട് സിനിമ റീ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ഫിലിം റീ റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും എന്താ പറയുക, ഇത് ഒരു റീ റിലീസിനുള്ള സാധ്യതയുള്ള ഒരു സിനിമയാണ്. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സിബി മലയിലാണ്. ഹായ് സർ, ഹായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കോക്കേഴ്സിന്റെ കൂടെ സർ ഓൾറെഡി ഒരുപാട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. സമ്മറിൻ ബത്ലഹേം, ദേവദൂതൻ, അങ്ങനെ ഒരുപാട് അപൂർവരാഗം ഒരുപാട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമ്മുടെ കോക്കേഴ്സ് ഫിലിംസ് 40 വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്താ സാറിന് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് കോക്കേഴ്സാണ്. ഓക്കെ. 5ഓളം സിനിമകൾ ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യമായിട്ട് കോക്കേഴ്സിന് വേണ്ടി ഒരു സിനിമ ചെയ്യുന്നത് 1998 പക്ഷേ അതിനൊരു 10 വർഷം മുമ്പ് 1988 സിയാദ് ഒരു സിനിമ ചെയ്യാനുള്ള ആവശ്യമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അത് ഞാൻ വേറൊരു സിനിമയുടെ ഓഗസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുമായിട്ട് ഇവിടെ എറണാകുളത്ത് താമസിക്കുമ്പോഴാണ്. സിയാദിനെ അതിനുമുമ്പ് എനിക്ക് ജസ്റ്റ് അറിയാം എന്നല്ലാതെ സൗഹൃദമൊന്നും ഉണ്ടായിട്ടില്ല. അറിയാം, സിനിമയിലുള്ള 2 ആൾക്കാരെന്നുള്ള അറിവേ ഉണ്ടാകും. അപ്പോൾ സിയാദ് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി കോക്കേഴ്സിന് വേണ്ടിയിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് പറഞ്ഞത്. അത് പറയാൻ കാരണം, അതിനു മുമ്പ് കോക്കേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത് സത്യൻ അന്തിക്കാടുമായിട്ടാണ്. അപ്പോൾ ആ സമയത്ത് സത്യൻ്റെ അടുത്ത് ഒരു പ്രോജക്റ്റിന് വേണ്ടി അപ്രോച്ച് ചെയ്തപ്പോൾ സത്യൻ ആ സമയത്ത് തിരക്കായിരുന്നു, മറ്റൊരു സിനിമയുടെ വർക്കിലേക്ക് കടന്നായിരുന്നു. അപ്പോൾ സത്യൻ ആണ് സജസ്റ്റ് ചെയ്ത് സിബിയെ കൊണ്ട് ചെയ്യിക്കൂ, കാരണം നിങ്ങൾക്ക് എന്നെപ്പോലെ തന്നെ സിബിയെയും ട്രസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് സിയാദ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഓഗസ്റ്റ് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ തുടക്കം, അതിൻ്റെ പ്രീ പ്രൊഡക്ഷനിൽ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പടം കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൂടെ ചെയ്യാനുണ്ട്. എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 6 മാസത്തേക്ക് പുള്ളിക്ക് ചെയ്യാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് നീണ്ടുപോയി. പിന്നീട് 10 വർഷത്തിന് ശേഷമാണ് കോക്കേഴ്സിന് വേണ്ടി സിനിമ ചെയ്യുന്നത്. അതാണ് സമ്മറിൻ ബത്ലഹേം. സമ്മറിൻ ബത്ലഹേം പക്ഷേ സിയാദിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയ പ്രോജക്റ്റുമല്ല. ഞാനത് തമിഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതേ കഥ ഒരു തമിഴ് പ്രൊഡ്യൂസർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അതിൻ്റെ ലൊക്കേഷൻസ് കണ്ടു. അപ്പോൾ ലൊക്കേഷൻസ് കാണാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അന്ന് നമ്മളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സിയാദിൻ്റെ മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഒരു തീരുന്ന സമയത്താണ് എം രഞ്ജിത്താണ് ഇപ്പോഴത്തെ നമ്മുടെ തുടരും സിനിമയുടെ പ്രൊഡ്യൂസറാണ്. എം രഞ്ജിത്താണ് അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്ന സിയാദിൻ്റെ കൂടെയും. എൻ്റെ തമിഴ് പടത്തിൻ്റെയും രഞ്ജിത്ത് തന്നെയായിരുന്നു. രഞ്ജിത്ത് അപ്പോൾ ഞാനും രഞ്ജിത്തും കൂടെ ഊട്ടിയിൽ ഈ തമിഴ് പടത്തിൻ്റെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഈ കഥ, രഞ്ജിത്ത് പ്രൊഡക്ഷൻ മാനേജറുടെ കഥ പറയണമല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോണ വഴിക്ക് ഞാൻ കഥ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്, കൊള്ളാമല്ലോ, നല്ല ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളവിടെ പോയി തമിഴ് പടത്തിൽ ആ പടത്തിന് വേണ്ടി, ആ തമിഴ് പടത്തിന് വേണ്ടിയിട്ടുള്ള ലൊക്കേഷനൊക്കെ കണ്ടു. തിരികെ വന്നു കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ ഒരു ഘട്ടത്തിൽ അപ്പോഴത്തേക്ക് കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയി. മഞ്ജുവിനെ കൂടെ തമിഴിലേക്ക് ഒരു ടീമിലേക്ക് മഞ്ജുവിൻ്റെയും കൂടെ ആ റോൾ മഞ്ജു ചെയ്തു. അതേ റോൾ മഞ്ജുവിന് വേണ്ടി തന്നെയായിരുന്നു തമിഴിലും. അപ്പോൾ അതിൻ്റെ ഒരു കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഷൂട്ടിൻ്റെ തലേ ദിവസം അതിലേക്ക് ഒരു പാട്ട് ഞാൻ ഷൂട്ട് ചെയ്തു ചെന്നൈയിൽ. മഞ്ജുവും പ്രഭുവുമായിട്ടൊരു പാട്ട് ഷൂട്ട് ചെയ്തു.
പാട്ടെന്ന് വെച്ചാൽ ഒരു ദിവസം. അത് തമിഴ് സിനിമയുടെ ഒരു രീതി എന്ന് പറയുന്നത് അവർ മാർക്കറ്റിംഗ് അതിൻ്റെ ഒരു എന്താണ് ഒരു ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ അവിടെയൊക്കെ ഇങ്ങനെ ഏരിയ വൈസാണ് ബിസിനസ് നടക്കുക. തമിഴിൽ ഒരുപാട് ഏരിയകളിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരികയും ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അവരുടെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഓരോ ഏരിയയിലുള്ള ആൾക്കാരുടെ ഫണ്ടും കൂടി ഈ പ്രൊഡക്ഷനിലേക്ക് വരും. അങ്ങനത്തെ ഒരു ബിസിനസ് ടാക്ടിക്സാണ് അവർ എന്തെങ്കിലും ഷൂട്ട് ചെയ്ത് അവരെല്ലാവരും കൂടെ വിളിച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തുക എന്നുള്ളത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു പാട്ട് ഇൻഡോറിൽ ഷൂട്ട് ചെയ്തു. ഒറ്റ ദിവസം ഷൂട്ട് ചെയ്തുള്ളൂ. പക്ഷേ അതിനുശേഷം ഷൂട്ടിങ്ങിൻ്റെ ശരിക്കുള്ള ഷൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഊട്ടിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് ആ പ്രൊഡ്യൂസർ പെട്ടെന്ന് ബാക്ക് ഔട്ട് ചെയ്തു. അദ്ദേഹം പ്രതീക്ഷിച്ച ഫണ്ട് വരാതിരിക്കുക എന്തോ പ്രോബ്ലം വന്നിട്ട് അയാൾ ബാക്ക് ഔട്ട് ചെയ്തു. ആ പ്രോജക്റ്റ് ഹോൾഡായി. അപ്പോൾ ഈ സിയാദ് ആ സമയത്ത് മദ്രാസിൽ മറവത്തൂർ കനവിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ അതിൻ്റെ ഫൈനൽ വർക്ക് നടക്കുകയാണ്. അതുമായിട്ട് അവർ സിയാദിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ താമസിക്കുക. രഞ്ജിത്തും അവിടെയൊക്കെ താമസിക്കുക. അപ്പോൾ സിയാദ് എന്നും രാവിലെ നോക്കുമ്പോൾ രഞ്ജിത്ത് കുറച്ച് പേപ്പറൊക്കെ ചുരുട്ടി പിടിച്ച് അവിടെ നിന്ന് പോകുന്നതാണ്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചപ്പോഴത്തേക്ക് നസീബി സാറിൻ്റെ തമിഴ് പടത്തിൻ്റെ കാര്യങ്ങൾക്ക് പോവുകയാണ് എന്ന് പറയും. അത് കഴിഞ്ഞ് ഈ പ്രോജക്റ്റ് ഹോൾഡായി തമിഴ് പ്രോജക്റ്റ് അങ്ങോട്ട് നിന്ന് പോയ ഒരു ഘട്ടമായപ്പോഴത്തേക്കും സിയാദിൻ്റെ അടുത്ത് രഞ്ജിത്ത് പറഞ്ഞു ആ പടം നടക്കത്തില്ല, പ്രൊഡ്യൂസർ ബാക്ക് ഔട്ട് ചെയ്തു, പക്ഷെ നല്ല കഥയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സിയാദ് പറഞ്ഞു ആ കഥ എന്താണോ എനിക്കത് കേൾക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ സിയാദിനെ കൂട്ടി ഇദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെയാണ് ഈ കഥ പറയുന്നത്. ശരിക്കും ആ കഥയുടെ ഒറിജിനൽ കഥ രഞ്ജിത്തിൻ്റേതായിരുന്നു. റൈറ്റർ ഡയറക്ടർ രഞ്ജിത്തിൻ്റെ കഥയായിരുന്നു. പക്ഷെ അത് തമിഴിലേക്ക് എഴുതുന്നത് കൊണ്ട് ജോൺ പോളിനെ കൂടെ നമ്മുടെ കൂടെ കൂട്ടിയിട്ട് ജോൺ പോൾ അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തു. രഞ്ജിത്ത് വേറൊരു പ്രോജക്റ്റകത്ത് പെട്ടുകിടക്കുന്നതുകൊണ്ട് ജോൺ പോളാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയത്. എന്നിട്ട് തമിഴിലെ ഡയലോഗ്സ് എഴുതാൻ വേണ്ടി ക്രേസി മോഹൻ എന്ന് പറയുന്ന തമിഴിലൊരു ആക്ടർ റൈറ്ററുണ്ട്. അദ്ദേഹത്തെയാണ് വെച്ചിട്ട് എഴുത്തൊക്കെ നടക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് സിയാദ് വരികയും രഞ്ജിത്തും രഞ്ജിത്തുമായിട്ട് വന്നു. അവിടെ വെച്ച് കഥ കേട്ടപ്പോൾ സിയാദ് പറഞ്ഞു ഇത് ഞാൻ ചെയ്തോളാം, പക്ഷേ എനിക്ക് ബർബത്തൂർ കനവിൻ്റെ റിലീസുണ്ട്, അത് ഏപ്രിൽ 2-ാം തീയതിയാണ്. അപ്പോൾ എനിക്ക് ഒരു 3 ആഴ്ചത്തെ ഒരു സമയം തരണം, കാരണം ആ പടത്തിൻ്റെ റിലീസ് കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് തുടങ്ങാം. ഇത്ര പെട്ടെന്നല്ല ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. ആ പടത്തിൻ്റെ ഫൈനൽ വർക്ക് നടക്കുന്നു. ഒരു 3 ആഴ്ച ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞ് ചെയ്യാം. നമ്മളിവിടെയൊക്കെ ഡേറ്റ്സ് മാറിപ്പോവും. പിന്നെ ഈ പ്രഭുവിന് പകരം മലയാളത്തിലേക്ക് ഒരു ജയറാം ഓൾറെഡി ഉണ്ട്. പ്രഭുവിനെ പകരമായിട്ടൊരു ആക്ടർ വരണം. മഞ്ജുവിൻ്റെ ഡേറ്റ് ഹോൾഡ് ചെയ്യണം. ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ മലയാളത്തിലേക്ക് അങ്ങനെയാണ് സുരേഷ് വരുന്നത്. സുരേഷ് ഗോപിനെ വിളിക്കുകയും സുരേഷ് അവിടേക്ക് എത്തുകയും ചെന്നൈയിൽ വന്ന് ഞങ്ങളെ കണ്ടു, കഥ പറഞ്ഞു. സുരേഷ് ഓക്കെ ആയി. ജയറാമിൻ്റെ ഓൾറെഡി ഡേറ്റ് അത്ര നീണ്ടുപോയാൽ കൺഫ്യൂഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ജയറാം അഡ്ജസ്റ്റ് ചെയ്തു, അത് വർക്ക് ചെയ്തു. മഞ്ജുവിൻ്റെ ഡേറ്റും അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തു. അങ്ങനെ 3 ആഴ്ചകൾക്ക് ശേഷം നമ്മളിത് ഷൂട്ട് തുടങ്ങി. ഊട്ടിയിലാണ് തുടങ്ങുന്നത്. അതിനിടെ പാട്ടുകൾ റെക്കോർഡിങ്ങൊക്കെ ഫുൾ പാട്ടുകളൊന്നും റെക്കോർഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, പെട്ടെന്നായിരുന്നു. 1-2 പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടാണ് ഷൂട്ടിങ്ങിന് പോകുന്നത്. അപ്പോൾ ഈ അന്നത്തേക്ക് കാസ്റ്റ് ചെയ്ത മറ്റ് 4 പെൺകുട്ടികളിൽ 3 പേരെ നമ്മൾ തമിഴിൽ വേണ്ടി ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് വെച്ചവരെ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ മഞ്ജുവും ശ്രീജയും ഇവിടെ നിന്നും വന്നു. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു കാസ്റ്റിങ്ങിലേക്ക് വരികയും ചെയ്തു. അതങ്ങനെ പെട്ടെന്ന് ഷൂട്ടിംഗ് തുടങ്ങാൻ കഴിഞ്ഞു. അത് പൂർണ്ണമായിട്ടും ഊട്ടിയതാണ് അതിൻ്റെ മെജോറിറ്റി പോർഷൻസ് ഷൂട്ട് ചെയ്തത്. അതിനകത്തൊരു ഫാം ഹൗസ് വേണം. ജയറാമിൻ്റെ ഫാം ഹൗസ് എന്ന് പറഞ്ഞ് കഥയിൽ പറയുന്നത് ഊട്ടിയിൽ അതിനുള്ളൊരു ലൊക്കേഷൻ കിട്ടാത്തതുകൊണ്ട് ആ പോർഷൻ മാത്രം നമ്മൾ മൂന്നാറിൽ മാട്ടുപ്പെട്ടിയിലെ ഒരു ഇൻഡോസിസ് പ്രോജക്റ്റ് ഉണ്ട്, ഒരു ഫാമുണ്ട് പശുക്കളുടെയൊക്കെ. അപ്പോൾ അവിടെ വന്ന് ആ പോർഷൻ ഷൂട്ട് ചെയ്തു. പിന്നെ ഒരു പാട്ട് കൺഫ്യൂഷൻ തീർക്കണമെന്ന പാട്ട് നമ്മൾ ചെന്നൈയിൽ ഷൂട്ട് ചെയ്ത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഏരിയസ് ലൊക്കേഷൻസ് അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടായിരുന്നു. ഓക്കെ. ഇതില് ലാലേട്ടൻ വരുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ ലാലേട്ടനെ എങ്ങനെയാണ് ശരിക്കും കാസ്റ്റ് ചെയ്തത്? അതിന് മുൻപ് വേറെ കുറച്ച് പേരുകൾ കൂടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ലാലേട്ടനിലേക്ക് ആ ഒരു കാസ്റ്റിംഗ് വരുന്നത്, നിരഞ്ജൻ ക്യാരക്ടർ? ഇതിൻ്റെ കഥ
പൂർണ്ണമായിട്ടും എഴുതുന്നതിന് മുമ്പ് ഷൂട്ട് തുടങ്ങേണ്ടി വന്നു. ഓക്കെ. അപ്പം ജോൺ പോൾ മാറി രഞ്ജിത്ത് തന്നെ എഴുതണമെന്നുള്ളൊരു നിർബന്ധം സിയാദിനുണ്ടായിരുന്നു. കാരണം ഒറിജിനൽ കഥ മനസ്സിലുള്ള ആൾ എഴുതുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പോൾ രഞ്ജിത്ത് ആദ്യം സമ്മതിച്ചില്ലെങ്കിൽ പോലും രഞ്ജിത്ത് അത് എഴുതുന്നില്ലെങ്കിൽ പ്രോജക്റ്റ് ഇല്ല എന്ന് സിയാദ് പറഞ്ഞുകൊണ്ട് രഞ്ജിത്തിനെ നിർബന്ധിച്ച് അതിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ രഞ്ജിത്ത് എഴുതിയ, പക്ഷേ രഞ്ജിത്ത് ഒന്നും എഴുതി തുടങ്ങിയിട്ടില്ല. ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് രഞ്ജിത്തിന് സിവിയറായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. പിന്നെ അപ്പോൾ ഷൂട്ടിൽ നിന്നും രഞ്ജിത്ത് ഒന്നുമില്ല, സ്ക്രിപ്റ്റിൽ ഒരു കടലാസ് പോലും എഴുതിയിട്ടില്ല. അങ്ങനെ രഞ്ജിത്തിനെ നിർബന്ധപൂർവ്വം അവിടെ കൊണ്ടുവന്ന്, ശരിക്കും രഞ്ജിത്ത് കിടന്നുകൊണ്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. കാരണം വെച്ചാൽ പലകക്കട്ടലയിൽ കിടന്നുകൊണ്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സീൻസ് ഇല്ലാത്തതുകൊണ്ട്, എഴുതിയ സീൻസ് ഇല്ലാത്തതുകൊണ്ട് ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ പാട്ടാണ് ഷൂട്ട് ചെയ്തത്. അതാണ് ആ മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറയുന്ന പാട്ട്. അതാദ്യമേ ചെയ്യേണ്ട ഒരു ആവശ്യവും പടത്തിനുണ്ട്. കാരണം ഈ വീട് ഇവർ പുതുക്കിയിട്ടാണ്, ഈ ഗസ്റ്റ് വരുന്നതിന് മുമ്പ് പുതുക്കുന്ന ആ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ പാട്ട് വെച്ച് ആദ്യത്തെ 2-3 ദിവസം മാനേജ് ചെയ്തു. അപ്പോഴത്തേക്കും കുറച്ച് സീൻ കിട്ടി തുടങ്ങി. അങ്ങനെയാണ്. അപ്പോൾ സീനുകൾ ഒരു സ്റ്റോറിയുടെ ഒരു ഐഡിയ മാത്രമേ എനിക്കുള്ളൂ. സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ ഓരോ സീനുകളായിട്ട് എഴുതി വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഘോഷ ഒരുപാട് ചെയ്ത ശീലമായിപ്പോൾ. അപ്പം അങ്ങനെ അങ്ങോട്ട് ഷൂട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മുക്കാൽ ഭാഗം ഷൂട്ട് ചെയ്തപ്പോൾ രഞ്ജിത്ത് വന്നു. അപ്പോൾ ഓരോ ദിവസമാണല്ലോ പുതിയ സീൻ വരുന്നത്, അപ്പോൾ പുതിയ ക്യാരക്ടേഴ്സ് വരുന്നു, സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ തന്നെയാണ് പിന്നെ ഒരു വീട്ടിലാണ് പ്രധാനപ്പെട്ട ലൊക്കേഷനൊന്നുമുണ്ട്. എന്നും പോയി ലൊക്കേഷൻ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഊട്ടിയിൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ലൊക്കേഷൻസ് ഒരുപാടുണ്ട്. നമ്മുടെ പ്രധാന ലൊക്കേഷൻ ഒരു വീട് തന്നെയാണ്. അപ്പം പിന്നെ സ്ഥിരമായിട്ട് ഷൂട്ട് ചെയ്യുന്ന കുറച്ച് ലൊക്കേഷൻസ് ഊട്ടിയിലുണ്ട്, പെട്ടെന്ന് പെർമിഷൻ കിട്ടുന്നത്. അതുകൊണ്ട് ആ ഏരിയ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ഈ ക്യാരക്ടർ നിരഞ്ജൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെ കുറിച്ച് രഞ്ജിത്ത് പറയുമ്പോൾ ഷൂട്ടിൻ്റെ ഒരു പകുതി ഘട്ടം കഴിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, അത് വന്നിട്ടുണ്ട്. അത് നമുക്ക് അപ്പം നമ്മളുടെ പ്രൊപ്പോസ് ഈ ക്യാരക്ടർ മഞ്ജു സ്നേഹിക്കുന്ന ഒരാളാണ്. മഞ്ജുവിൻ്റെ ക്യാരക്ടർ അഭിരാമി പ്രണയിക്കുന്ന ആളാണ്. ഇവിടെ സുരേഷ് ഗോപിയുടെ ഡെന്നീസ് എന്ന കഥാപാത്രവും ജയറാമിൻ്റെ രവി എന്ന കഥാപാത്രവും ഇവിടെ ഈ പെൺകുട്ടിയുടെ പുറകെ നിൽക്കുമ്പോൾ അതിനും മുകളിൽ ഒരാളെ അവൾ ഇഷ്ടപ്പെടണമെങ്കിൽ ആ രീതിയിൽ ഒരു ആക്ടർ വൈസ്, ഒരു ഇമേജ് വൈസ് അവരെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരാൾ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പല പേരുകളായി ആലോചിച്ചത്. കമലഹാസനാണ് ആദ്യം ആലോചിക്കുന്നത്. അവർ 2-3 ദിവസത്തെ ആവശ്യമുള്ളൂ. കമലഹാസനെ ആലോചിച്ചു, പിന്നെ രജനീകാന്തിൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ പല പേരുകൾ പറഞ്ഞ് അവസാനം മോഹൻലാൽ ആയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ മോഹൻലാലിൻ്റെ പേരിലേക്ക് എത്തി. അപ്പോൾ ഈ ഷൂട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഊട്ടി ഷൂട്ടിങ് കഴിഞ്ഞ് ഇയാളുടെ വർക്ക് പിന്നെ മതി, എവിടെയെങ്കിലും ചെയ്യാം, ഒരു ജയിലിൻ്റെ ഒക്കെ അകത്തുള്ള. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി ഷെഡ്യൂളെല്ലാം മൂന്നാറും ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തുടങ്ങുന്ന സമയത്ത് ലാൽ ആ സമയത്ത് ബാംഗ്ലൂരിൽ ഒരു ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പം ജിൻഡാൽ എന്ന് പറയുന്നൊരു ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പം ഞാനും രഞ്ജിത്തും കൂടെ ഇവിടെ നിന്ന് അവിടെ പോയി ലാലിനെ കണ്ടു. ഇങ്ങനെ ഈ 2 ദിവസം ചോദിച്ചു, ഇത് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെയാണ് ലാൽ പെട്ടെന്ന് നമ്മളോട് ചോദിച്ചപ്പോൾ കഥ പോലും ചോദിക്കാതെ പെട്ടെന്ന് ഇന്നായി. പിന്നെ അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പം വരുമ്പോൾ ആദ്യമായിട്ട് ഇത് തന്നെ ചെയ്യാമെന്ന് പറയും. അപ്പോൾ എനിക്ക് ആ സമയത്ത് ലാൽ താടി വളർത്തിയിരുന്നു, പിന്നെ ബോഡിയൊക്കെ നല്ല ട്രിം ഡൗൺ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ തന്നെ മതി, ഒന്നും ചെയ്യരുത്, മുടിയും വിട്ടരുത്, താടിയും വിട്ടരുത്, അങ്ങനെ തന്നെ. പക്ഷേ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. ഇയാൾക്ക് ജയിൽ പുള്ളി പാടും ഭയങ്കര മുഖത്ത് വലിയൊരു ഒരു ഭയങ്കര സെറീൻ ലുക്കായി. അയാൾ ഭയങ്കര റിഫ്രഷായിട്ട് കുട്ടികളുടെ സ്കിൻ പോലത്തെ അത്രയും ദിവസത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ആ ജയിൽ സീൻ ഷൂട്ട് ചെയ്യുന്നത് ചെന്നൈയിൽ നിന്ന് കുറച്ച് ദൂരമുള്ള റെഡ് ഹിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഒരു ബ്ലൈൻഡ് സ്കൂൾ ഉണ്ടായിരുന്നു. അതാണ് ആ ജയിലായിട്ടും അതിൻ്റെ ആ സീൻസൊക്കെ ഷൂട്ട് ചെയ്തത്. ലാലേട്ടൻ്റെ ആ ഒരു എൻട്രിയിൽ ഒരു ഭയങ്കര മ്യൂസിക് കൊടുക്കുന്നുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മ്യൂസിക്കാണ്. അതെന്താ അങ്ങനെ അവിടെ തന്നെ ഒരു പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്? അത് എന്താണെന്ന് വെച്ചാൽ
അതിന് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചേർന്ന് വന്നതാണ്. ഞാൻ ലാലിൻ്റെ എൻട്രി എന്ന് പറയുന്നത് സാധാരണ മോഹൻലാലിനെ പോലൊരു സൂപ്പർ സ്റ്റാർ ഒരു സിനിമയിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വരുമ്പോൾ ഭയങ്കര ബിൽഡപ്പ് ഉണ്ടാവുമല്ലോ. താരമൂല്യത്തിനൊക്കെ കാല് എടുത്ത് പുറത്തോട്ട് വെക്കുന്നു, കൈ കാണിക്കുന്നു, മറ്റേ കാണിക്കുന്നു. ഫുൾ റിവീൽ ചെയ്യാൻ തന്നെ ഒരു 10 ഷോട്ട് വരും. ഞാൻ പറഞ്ഞ ആ ഒരു കൺവെൻഷണൽ സാധനം പൊളിക്കുകയും വേണം, എന്നാലും അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവണം എന്നാണ്. അത് ഇതെല്ലാം ഇവർ നിൽക്കുന്നത് ഒരു നെറ്റഡ് അഴിയുടെ പുറത്താണ്, നെറ്റഡാണ് അപ്പം ഇവരെല്ലാം സംസാരിച്ചിരിക്കുമ്പോൾ ലാല് വരുന്നു എന്നുള്ള ഇവർ രണ്ടുപേരും നോക്കുമ്പോഴേക്കും ഇവർ അകത്തേക്ക് നോക്കുമ്പോൾ ഞാൻ ഫോക്കസ് വെച്ചത് ഈ നെറ്റിലാണ്. ലാൽ എൻ്റർ ആകുമ്പോൾ ഈ ഫുൾ ഫോക്കസ് തിരിഞ്ഞിട്ട് ലാൽ അങ്ങോട്ട് വരും. അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു ആ ഒരു ഇൻട്രൊഡക്ഷൻ. കാരണം അപ്പുറത്തെ ഒരാൾ ബ്ലേഡായിട്ട് എൻ്റർ ആകുന്നതിന് ആ മൊമെൻറ്റിൽ നമ്മൾ ഈ ഫ്രണ്ട് ഫോക്കസിലുള്ള ആ നെറ്റിൻ്റെ ഫോക്കസ്ഡ് ആയിട്ടുള്ള വിഷ്വൽ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുകയും ലാൽ കറക്റ്റ് എൻ്റർ ആകുകയും ചെയ്യും. അത് മ്യൂസിക് അതിന് പറ്റിയ മ്യൂസിക് വിദ്യാസാഗർ ചെയ്തത്. അത് ആ ഷോട്ടായിരിക്കും, ആ ഫോക്കസ് ഷിഫ്റ്റിംഗ് ഷോട്ടായിരിക്കും വിദ്യാസാഗറിന് അങ്ങനെ ഒരു മ്യൂസിക് അതിലേക്ക് കൊടുക്കാൻ തോന്നിച്ചു. ഭയങ്കര പ്ലേസ്മെന്റ്. ലാലാണെങ്കിൽ വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് ഇങ്ങനെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഒത്തുവരുന്നതാണ്. ഇതിപ്പോൾ ഈ പ്രോജക്റ്റ് സമ്മരൻപതിലേം എന്ന് പറയുന്ന പ്രോജക്റ്റ് ചിലപ്പോൾ തമിഴിൽ ചെയ്തിരുന്നെങ്കിൽ ഈ രീതിയിൽ അത് അവിടെ എന്താണ് ഇത് ഇത്രയും നല്ലൊരു പ്രോജക്റ്റായിട്ട് അവിടെ വർക്കാവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ എല്ലാം കൂടെ വന്ന് എവറിത്തിങ് അതാത് പ്ലേസിലേക്ക് വന്നു. ഇപ്പം ലാലിനെ കൊണ്ടുവരാൻ പറ്റി, സുരേഷിനെ കൊണ്ടുവരാൻ പറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും വിദ്യാസാഗർ മ്യൂസിക് എല്ലാം നന്നായിട്ട് ബ്ലെൻഡായി. ലാലു തന്നെ എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്, നല്ല കാര്യങ്ങൾ എപ്പോഴും സംഭവിക്കുകയാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ അത് സംഭവിക്കില്ല, പക്ഷേ ഇറ്റ് ഹാപ്പൻസ് നാച്ചുറലി. അങ്ങനെ സംഭവിക്കുകയാണ്. ഇതെല്ലാം അങ്ങ് സംഭവിച്ചതാണ്. ലാലതിനകത്ത് പറയാൻ നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങി തയ്യാറാകുമ്പോഴും ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്തും ലാല നമ്മുടെ മനസ്സിലില്ല ആ ക്യാരക്ടർ. പിന്നെ ആ ഒരു കാര്യം തന്നെ തിയേറ്ററിലേക്ക് വരുമ്പോഴും നമുക്ക് മോഹൻലാൽ ഈ സിനിമയിലുണ്ടെന്നുള്ളത് നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല. ഒരു സ്റ്റില്ല് പോലും പുറത്തു വിട്ടിട്ടില്ല. ഓഡിയൻസിനും അറിയത്തില്ല, പബ്ലിക്കിനും അറിയത്തില്ല, ആർക്കും അറിയില്ല. അത് കഴിഞ്ഞ് അത് ഫസ്റ്റ് ഡേ റിലീസ് ചെയ്തപ്പോൾ സിയാദിൻ്റെ തന്നെ തിയേറ്ററാണ്, മൈമൂൺ ലുലു തിയേറ്ററാണ് എറണാകുളത്ത് അത് റിലീസ് ചെയ്തത്. അപ്പോൾ ഈ ലാലിൻ്റെ ആ സീൻ കഴിഞ്ഞ ശേഷം, ഈ ജയിലിലെ സീൻ കഴിഞ്ഞ് ഇവിടെ താലി കെട്ടുന്ന ഡെന്നിസ് അബ്രാമിയെ താലി കെട്ടുന്ന ആ സീനിൽ അവിടെ അവസാനിച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിങ്ങിൽ വേറെ ഒരു വലിയ സീനുണ്ടായിരുന്നു. വലിയ സീൻ എന്ന് വെച്ചാൽ ഈ കുട്ടി ഇത്രയും നാൾ ഇയാളെ സ്നേഹിച്ചിട്ട് അയാൾ പറഞ്ഞുകൊണ്ട് വേറൊരാളെ കെട്ടി എന്ന് പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് ഉണ്ടല്ലോ. നമുക്ക് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ, അഭിരാമി വീട്ടിലേക്ക് വരുമ്പോൾ, വീട്ടിലുള്ള മറ്റ് എൽഡേഴ്സ് എല്ലാവരും കൂടെ ജനാർദ്ദൻ ചേട്ടന്, സുകുമാരി ചേച്ചി, ജയറാം ഉൾപ്പെടെയുള്ള എല്ലാവരും അവളെ കൺവിൻസ് ചെയ്യുകയാണ്. അവളെടുത്ത ഡിസിഷൻ കറക്റ്റാണെന്ന് കൺവിൻസ് ചെയ്യിക്കുകയാണ്. കാരണം മറ്റേ മരിച്ചു പോയല്ലോ, ഇനി നിനക്ക് എന്താ, അങ്ങനെ ജീവിക്കേണ്ടതല്ല, ബെന്നിസ് നല്ല ആളാണ് എന്നൊക്കെ, ഭയങ്കര പണക്കാരനാണ്, എല്ലാം വെച്ചിട്ടും ഇത് ആ ഡിസിഷൻ ചെയ്തത് ശരിയാകുന്ന അവളെ കൺവിൻസ് ചെയ്യാൻ ചെയ്യുന്നൊരു വലിയ സീനുണ്ട്. അതൊരു 10 മിനിറ്റുള്ള സീനാണ്. ആ സീനിൻ്റെ എൻഡിൽ അവളുടെ അടുത്ത് നിന്ന് ഓടി പുറത്തേക്ക് പോയി, പുറത്തൊരു ബെഞ്ചുണ്ട്, ആ ബെഞ്ചിലിരിക്കുമ്പോൾ അവിടെ വീണ്ടും മോഹൻലാൽ വരുന്നുണ്ട്, നിരഞ്ജൻ വരുന്നുണ്ട്. നിരഞ്ജൻ വന്ന് ഇവിടെ ഓടിച്ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ബെഞ്ചിൽ നിരഞ്ജൻ്റെ ഫിഗർ ഉണ്ടാവും. അയാൾ മരിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ അയാളുടെ ഒരു സ്പിരിറ്റ് വന്നിരിക്കുന്ന പോലെ. എന്നിട്ട് അയാളും കൂടെ പറയുന്നുണ്ട്, നീ കരഞ്ഞാൽ എൻ്റെ ആത്മാവിന് സമാധാനം, ഞാൻ സന്തോഷത്തോടെ ചെയ്യിപ്പിച്ച കാര്യമില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൺവിൻസ് ചെയ്യുക. ഇത് നമ്മളുടെ ഒരു ഓഡിയൻസ് ഇത്രയും കാലം ഇങ്ങനെ ഒരാളെ പ്രേമിച്ചയാൾ പെട്ടെന്ന് ഒരു ദിവസം ആ തീരുമാനം മാറ്റി വേറൊരാളെ കിട്ടുന്നതിൻ്റെ ഒരു ലോജിക്ക് എന്നെക്കുറിച്ചുള്ള നമ്മുടെ കൺഫ്യൂഷനായിരുന്നു. പക്ഷെ അത് വലിയ ലെങ്ത് ഉണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഇത് എത്തിയ സമയത്ത് ഞാൻ ചെന്നൈയിലാണ്. ഫസ്റ്റ് ഷോ ഇവരുടെ തിയേറ്ററിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ സിയാദ് ആ ഷോ കാണുന്നുണ്ട്. ലാല് വരുന്നതോടെ തിയേറ്റർ അങ്ങ് പൊളിഞ്ഞു. അത്ര ബഹളമായിരുന്നു, പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അത്രയും ഗംഭീരമായൊരു ഷോട്ടും മ്യൂസിക്കും എല്ലാം കൂടെ വന്നിട്ട് അയാൾ അങ്ങോട്ട് ആൾക്കാരങ്ങ് പൊടിഞ്ഞു, തിയേറ്റർ
പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലുള്ളൊരു ഒരു റിയാക്ഷനും ബഹളവും കയ്യടിയും. അത് കഴിഞ്ഞ് ഞാൻ മറ്റേ സീനിലേക്ക് പോയപ്പോൾ അതങ്ങ് സബ്സൈഡായി. ആൾക്കാർ അതുവരെ ഉണ്ടായിരുന്ന ആ ഉണ്ടായ ഹൈപ്പ് മുഴുവൻ ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് സ്ലോ ഡൗണായി. പിന്നെ മറ്റവരുടെ ഈ കൺവിൻസിങ് സീനൊക്കെ വെച്ച് അവസാനം വരുമ്പോഴത്തേക്ക് സിയാദ് അത് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് എടോ തിയേറ്ററിൽ ലാൽ വരുന്ന സീൻ ഗംഭീരമാണ്, നമുക്ക് അവിടെ നിന്ന് നേരെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് കട്ട് ചെയ്താൽ വിചാരിച്ചു. പിന്നെ റെയിൽവേ സ്റ്റേഷൻ യാത്രയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ ഇവളിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക, അടുത്ത ഷോട്ടിൽ ചിരിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക ഇങ്ങനെ. അടുത്ത സമ്മർ വെക്കേഷനും ബെത്ലഹേമിൽ തന്നെ. ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കാം, ആ സീൻ മൊത്തമായിട്ട് എടുത്ത് മാറ്റാം, എന്നിട്ട് നമുക്കൊന്ന് അടുത്ത ഷോ കണ്ടിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങളുടെ തിയേറ്റർ മാത്രം അത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ചെയ്തിട്ട് അടുത്ത ഷോ അതില്ലാതെയായി. ഈ പർട്ടിക്കുലർ ഒരു 10 മിനിറ്റ് മാറ്റിയിട്ടാണ് കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ സിയാദിനോട് ഒരു കുഴപ്പമില്ല, ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല, നമുക്കാ പ്രശ്നം. അവർ ഹാപ്പിയാണ്. മോഹൻലാലിനെ കണ്ടു, മഞ്ജു വാര്യരെയും കണ്ടു, എല്ലാവരെയും കണ്ടു, അവർ ഹാപ്പിയായി. കൺവിൻസ്ഡ് ഒരു പ്രശ്നമില്ല. അപ്പം തന്നെ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിൽ നിന്നും അത് മാറ്റി. നെക്സ്റ്റ് ഡേ അതില്ലാതെയാവും ഫുൾ തിയേറ്ററുകൾ ആ സിനിമ കളിച്ചത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ സമ്മർ ഇൻ ബത്ലഹേം എന്നുള്ള സിനിമ ആദ്യം പറയുമ്പം ആദ്യം ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പൂച്ചയും പൂച്ചയ്ക്ക് പിറകിലുള്ള ആളും ഒക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ എസൻസിലേക്ക് കാര്യങ്ങൾ എത്തിയത്? അതൊക്കെ രഞ്ജിത്തിൻ്റെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. കാരണം ഈ ഒരു പൂച്ചക്കുട്ടിയെ കൊണ്ട് ഒരു നമ്മളെ പാട്ട് എത്രയോ ജന്മമായി പാട്ടാണ് സിനിമയുടെ തുടങ്ങുന്നത്. ആ പാട്ടിൽ ഈ പൂച്ചേനെ കയറ്റി അയക്കുന്നതിൻ്റെ ഡീറ്റെയിൽസാണ്. പിയാനോ വായിക്കുന്നു, ഏതോ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി റിവീൽ ചെയ്യാതെ കൊണ്ടുവന്നു, അത് പെട്ടിക്കകത്താക്കുന്നു, അത് കൊറിയർ സർവീസ് വരുന്നു, ട്രെയിനിൽ അവിടെ എത്തുന്നു എന്നൊക്കെ പറയുന്നത് പാട്ടിലൂടെ വരികയാണ്. ഇതാരോ അയച്ചെന്നുള്ള ആ സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാലങ്ങളായിട്ട് 10-20 വർഷങ്ങൾക്ക് 17 വർഷങ്ങൾക്ക് ശേഷവും 18, 25 എത്ര വർഷമായി? 25 27 വർഷമായിട്ടും അതവിടെ നിൽക്കുക. റിവീൽ ചെയ്യാൻ രണ്ടാമത്തെ ഭാഗം എടുക്കട്ടെ. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ഭാഗം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അറിയില്ല, അങ്ങനെയൊക്കെ സംഭവിക്കും. ഇതൊക്കെ സംഭവിക്കല്ലേ, ഇത് എപ്പോഴാണ് എങ്ങനെയാണ്. ദേവദൂതൻ്റെ കാര്യം പോലും രണ്ടാമത് വരിക എന്നുള്ളത് നമുക്ക് അറിയുന്നത്. അതിനൊരു സമയം ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ. അപ്പോൾ എന്തായാലും ഈ ഡാൻസ് കളിച്ചായൊരു വ്യക്തി ഉണ്ടല്ലോ അവിടെ ഇതൊക്കെ പുറകില്, അത് ഇവരിൽ രണ്ടുപേരിൽ അറിയുന്നതാണോ? അല്ല, അത് അവരാരുമല്ല, ഒരു ഡാൻസറാണ്. ഒരു ഡാൻസ് മാസ്റ്ററുടെ ഗ്രൂപ്പിലുള്ള ഒരു പെൺകുട്ടി, ഇത്രേ ഉള്ളു. സമർത്ഥമായി പറ്റിച്ചു. നമ്മളൊരു അവരുടെ ഒരു സിൽ ഔട്ട്സ് ഒക്കെ ഉള്ളു, ഷോർട്ട്സ് ബാക്കിൽ നിന്നൊക്കെ ലൈറ്റ് കൊടുത്ത് അവരുടെ അവരുടെ രൂപം, മുഖം റിവീൽ ചെയ്യാതെ ചില ഷാഡോസ് ഗ്ലാസിൻ്റെ കളർ ഗ്ലാസിൻ്റെ പുറകിൽ അവിടെ ഇടയ്ക്ക് ഇത് അവരുടെ ചില നടക്കുന്നത് പോലും അവരുടെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കാതെയൊക്കെയുള്ള അതാരാണെന്നുള്ള ചെയ്തത്. പക്ഷെ ആൾക്കാർ ഗവേഷണം നടത്തുന്നുണ്ട്. അവർ സോഷ്യൽ മീഡിയ തിരയുകയാണ്. അവർ സിനിമയിൽ തന്നെ 2 പേരിലേക്ക് അത് ഷോർട്ട് ലിസ്റ്റഡ് ആയാണ്. അതാ മയൂരിയും രസിക എന്ന് പറയുന്ന ആക്ടേഴ്സാണ്. അതിലിപ്പോൾ മയൂരി മരിച്ചു പോയിരിക്കും, പിന്നെ അവശേഷിക്കുന്ന ആൾ രസികയാണ്. പിന്നെ രണ്ടാം ഭാഗം വരുവാണെങ്കിൽ രസികയായിരിക്കണമല്ലോ അവിടെ വരേണ്ടത്. അപ്പോൾ എന്തായാലും രണ്ടാം ഭാഗം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതറിയില്ല, കാരണം അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു കഥ ഉണ്ടാവണം, അതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലൂടെ കുറച്ചുകൂടി ഇതാവുന്ന രീതിയിലായിരിക്കില്ലേ ഇന്നത്തെ ഒരു യൂത്തിൻ്റെ? ചിലപ്പോൾ ഒരു പുതിയ ജനറേഷൻ ആയിരിക്കും, അവരുടെ മക്കളായിട്ടൊക്കെ ഉള്ള ആൾക്കാർ വരുന്ന പോലെ. അതിനെയൊക്കെ ആലോചിക്കണം, അതിലേക്ക് അത്ര ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തൊരു ചിന്തകളുണ്ടാവട്ടെ. സോ നമ്മളെന്തായാലും ലൊക്കേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഊട്ടിയും പരിസര പ്രദേശങ്ങളും ഒക്കെ ആയിരുന്നു ലൊക്കേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഓരോ ലൊക്കേഷനും ഓരോ സീൻസും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെ വേണമെന്ന് മനസ്സിലുണ്ടായിരുന്നതാണോ? തീർച്ചയായിട്ടും. ഇത് ഞാൻ അതുവരെ ചെയ്തു വന്നിരുന്ന സിനിമകളുടെ രീതിയിൽ നിന്നും മാറിയൊരു സിനിമയാണ്. ഞാൻ ചെയ്തതൊക്കെ അതിന് മുമ്പ് ഇമോഷണൽ ഭയങ്കര ഇമോഷണൽ ഹ്യൂമൻ ഡ്രാമയാണ് പറയുന്നത്. കുറേ കാലമായി ചെയ്തുകൊണ്ടിരുന്നത്. കിരീടവും ഭരതവും സതയും എന്നൊക്കെ പറയുന്നത് അതിന് ഇൻറ്റൻസ് ഇമോഷൻസും ഭയങ്കര
സീരിയസ് ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹെവി മൂവീസായിരുന്നു. ഇത് വന്നപ്പോൾ പർപ്പസ്ഫുള്ളായിട്ട് ഇത് ഏറ്റവും അധികം കളർഫുള്ളാക്കി ചെയ്യണമെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. ആ പടത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. മ്യൂസിക്കും പിന്നെ മൊത്തമായിട്ടും ആ ഒരു ഊട്ടിയുടെ ആംബിയൻസ് ഉണ്ട്. വൈബ് തന്നെ. ഊട്ടിയുടെ ആംബിയൻസ് ഉണ്ട്. ഇവിടെ കോസ്റ്റ്യൂംസ് എല്ലാം മാക്സിമം കളർഫുള്ളാക്കണം. സെറ്റുകളൊക്കെ മാക്സിമം കളർഫുള്ളാക്കി ആ ആ ഒരു എന്താണ് ഒരു ഒരു യങ് ഒരു യൂത്തിൻ്റെ ഒരു വൈബ് അതിനകത്ത് കൊണ്ടുവരണം. ആ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും അതിനോട് മാച്ച് ചെയ്യുന്ന വിഷ്വൽസും കളർ സ്കീമും ഒക്കെ ഉണ്ടാവണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അന്നത്തേക്ക് മഞ്ജുവിൻ്റെ പാട്ടിലെ കോസ്റ്റ്യൂംസൊക്കെയും ഇന്നും റിലവൻ്റായിട്ട് നിൽക്കുന്ന ഒരു ഫാഷനാണത്. അപ്പോൾ അത് പർപ്പസ്ഫുള്ളായിട്ടാണ്, അങ്ങനെ തന്നെ ആവണം. പാട്ടുകളെല്ലാം കളർഫുള്ളായിട്ട് തന്നെ ചെയ്യണം. ഒരുപാട് എന്താണ് ഇഷ്ടംപോലെ കോസ്റ്റ്യൂം ചേഞ്ചസ് ഉണ്ടാകുന്നു പാട്ടുകൾ. ഒരുപാട് 2 ലൈൻ കഴിയുമ്പോൾ കോസ്റ്റ്യൂം മാറുന്ന രീതിയിലൊക്കെയാണ് ചെയ്തു പോയത്. അപ്പോൾ അതൊരു ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഒരു വിഷ്വൽ ഒരു ക്വാളിറ്റിയും ഒരു സ്റ്റൈലും ഉണ്ട്. അത് നമ്മൾ പർപ്പസ്ഫുള്ളായിട്ട് ചെയ്തതാണ്. ഈ സോങ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സോങ്സ് അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ സോങ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ തീർക്കണമേ എന്നൊരു സോങ് ഉണ്ടല്ലോ. അത് എങ്ങനെയാണ് ആ ഒരു തീമിലേക്ക് എത്തിയത്? മീൻസ് ആ ഒരു പർട്ടിക്കുലർ കൺഫ്യൂഷൻ ആയിരിക്കുന്ന സ്റ്റേജിൽ എങ്ങനെയാണ് അത് കംപ്ലീറ്റ് അത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് അത് എത്തിയത്? ആ ഒരു കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണം. ആ പാട്ട് നമ്മൾ പിന്നീട് ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്തത്. കാരണം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പാട്ടുണ്ടെന്ന് പറയുന്നത്. ഒരു ഘട്ടമായപ്പോഴും പറയുന്നത് രഞ്ജിത്ത് പറയുന്നത് ഇങ്ങനൊരു പാട്ടിൻ്റെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിൽ എത്രയോ ജന്മമായി ഉണ്ടായിരുന്നു. അത് നമ്മൾ അവിടെ കൂടുതൽ ഷൂട്ട് ചെയ്തത്. ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്തത്. ഇവിടെ ഊട്ടിയിലും കുറച്ച് ഷൂട്ട് ചെയ്തു. പിന്നെയുള്ളത് ചൂളമടിച്ച് കറങ്ങി നടക്കുമ്പോഴാണ് അത് നമ്മൾ ഊട്ടിയിൽ തന്നെ ഷൂട്ട് ചെയ്തത്. ആ സമയത്താണ് ഒരു രാത്രി കൂടിയും ഇവിടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അത് ഇവിടെ ഷൂട്ട് ചെയ്തു. പെട്ടെന്നാണ് പറയുന്നത് ഇങ്ങനൊരു പാട്ട് കൺഫ്യൂഷൻ തീർക്കണമെന്നൊരു പാട്ടിനൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ആ പാട്ടല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിനൊരു പാട്ട് വേണം. അപ്പോൾ നമ്മൾ ഓവർ ദ ഫോൺ വിദ്യാസാഗറിൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇതിൽ ഗിരീഷ് പുത്തഞ്ചേരി നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഇവിടെ വെച്ചാൽ കോഴിക്കോട് നിന്ന് ഗിരീഷിനെ ഊട്ടിയിലേക്ക് വരുത്തി ആ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് ഗിരീഷ് ചെന്നൈയിൽ പോയി വിദ്യാസാഗറിൻ്റെ അടുത്തിരുന്നു. അവർ കമ്പോസ് ചെയ്ത് ട്യൂണാകുമ്പോൾ ഫോണിലൂടെ നമ്മുടെ അടുത്ത് പറയും, എഴുതിയത് കേൾപ്പിക്കും. അങ്ങനെ ഒരു കമ്പോസിങ്ങിൻ്റെ ഡിസ്കഷൻ ഓവർ ദ ഫോണാണ് നടക്കുന്നത്. മൊബൈൽ ഫോണൊന്നും വ്യാപകമായിട്ടില്ല. നമ്മൾ ഓവർ ദ ലാൻഡ് ഫോണിലൂടെയൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഫൈനലി ആ ട്യൂൺ ഫിക്സ് ചെയ്യുകയും വരികൾ ഫിക്സ് ചെയ്യുകയും ചെയ്തു. അത് റെക്കോർഡ് ചെയ്ത് ഇങ്ങോട്ട് വരികയാണ്. പക്ഷേ ഇവിടെ ഷൂട്ട് ചെയ്യുന്നില്ല തീരുമാനിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഊട്ടിയുടെ പശ്ചാത്തലം വേണ്ട. കാരണം എല്ലാ 2-3 പാട്ടുകൾ ഇവിടെ തന്നെ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ചെന്നൈയിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ, കാരണം അതൊരു ഫുൾ സെറ്റിൽ ചെയ്യുക. ഒരു ഫാൻറ്റസി ലെവലിലുള്ള പാട്ടാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തു. പിന്നെ ഏറ്റവും അവസാനത്തെ പാട്ടുണ്ട്, സമ്മർ ഇൻ ബദ്ലഹേം എന്ന് പറയുന്ന ആ പാട്ടുണ്ട്. അതും പിന്നീടാണ് വന്നത്. ആ പാട്ടിൻ്റെ സിറ്റുവേഷനും പിന്നീടാണ് വന്നത്. അത് പക്ഷേ ഇവിടെ തന്നെ ഷൂട്ട് ഊട്ടിയിൽ തന്നെ ആ വീട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യേണ്ടതായതുകൊണ്ട് അത് പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്ത് പോവുകയാണ്. കളർഫുൾ മൂവി തന്നെയാണ്. അതെ. അതിലൊരു പർട്ടിക്കുലർ സീൻ ഉണ്ടായിരുന്നു. ഒരു സ്റ്റേ കേസിന്റെ അവിടുന്ന് സുരേഷ് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, സുരേഷ് ഗോപി ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഈ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് നിന്നോട് അസൂയാന്ന്. അപ്പോൾ ഭയങ്കര ഇമോഷണലായിട്ടാണ് സുരേഷ് ചേട്ടൻ അത് ഡെലിവറി ചെയ്യുന്നത്. പക്ഷെ അതേസമയം തന്നെ ജയറാമേട്ടൻ്റെ ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു റിപ്ലൈ ഉണ്ട്, മണിച്ചേട്ടനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും അത് കംപ്ലീറ്റ് ചെയ്തത് ആ ഒരു പർട്ടിക്കുലർ സീന്? അല്ല, അത് ഈ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർഫണാന്ന് പറയാം. കാരണം ആരുമില്ല, ഒരുപാട് സ്വത്തുണ്ട്, പക്ഷേ അങ്ങനെ ആരുമില്ല. ബന്ധുക്കളും ഇങ്ങനൊരു ഫാമിലിയും ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദറിനും ഒക്കെ ഉള്ളൊരു ആൾക്കാരായിരിക്കില്ല, ഒറ്റയ്ക്കാണ്. അപ്പോൾ ജയറാം ഇത്രയും വലിയ പിന്നെ ഒരു ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അയാൾക്കുണ്ടല്ലോ, എനിക്കിത്ര സമ്പത്തുണ്ട്, പക്ഷെ അയാൾക്ക് ഇത്രയും റിലേറ്റീവ്സ് ഉണ്ട് എന്ന് പറയുന്നൊരു അതാണ് ചിന്തിക്കുന്നത്. നിനക്കെല്ലാവരും ഉണ്ട്. അമ്മ, മുത്തശ്ശി, മുത്തശ്ശൻ, അങ്കിൾസ്, ആൻറ്റീസ്, കസിൻസ്. ഈ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് നിന്നോട് അസൂയ. എടാ, എനിക്കാരുണ്ട്? ആ ഒറ്റ കാര്യത്തിലാണ് എനിക്ക് നിന്നോട് അസൂയ. നിന്നെ തേടി വരാൻ ഒരു തെണ്ടി പോലും ഇല്ലല്ലോടാ. ഇതിനകത്ത് ഇമോഷനൊക്കെ വന്നാലും അതിനെ അപ്പം നമ്മളത് പൊടിച്ച് കവർ കളയാണ്. അതിനെ കവർ ചെയ്തിട്ടൊരു ഹ്യൂമറും
ഒക്കെ ആയിട്ടങ്ങ് മാറ്റിയെടുക്കും. അണ്ടർ കറണ്ട് വളരെ വളരെ സട്ടിലായിട്ടുള്ള ഒരു ഇമോഷൻ പ്ലേ ചെയ്താലും അവിടെയും തമാശ കൊണ്ടുവന്ന് അങ്ങ് കവർ ചെയ്ത് പോവുകയാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയിലെ പെർട്ടിക്കുലർ സിനിമയിലെ ഇഷ്ടപ്പെട്ട ഒരു സീന് ഓർക്കാൻ പറഞ്ഞാൽ അത് ഏതായിരിക്കും? അങ്ങനെ ഒരു എനിക്ക് ജയിൽ സീൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ചെയ്യുമ്പോൾ ഞാൻ ഐ വാസ് സോ എക്സൈറ്റഡ്. ലാല് വന്നതുകൊണ്ട് മാത്രമല്ല, അതിനൊരു ആ സീനൊരു പ്രത്യേകത എന്ന് പറയുന്നത് 2 ക്യാരക്ടേഴ്സ് ഇപ്പുറത്തും ഒരാൾ അപ്പുറത്തുമാണ്. ഇവർ തമ്മിലൊരു കമ്പൈൻ ഷോട്ട് എനിക്ക് വെക്കാൻ പറ്റത്തെങ്കിൽ 2 ആംഗിളിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ അവിടെ നിന്നൊരു ക്യാമറയ്ക്ക് അങ്ങോട്ട് മൂവ്മെൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പക്ഷേ അതിനകത്ത് ഭയങ്കര ഇമോഷനുണ്ട്, ഡ്രാമയുണ്ട്. ഇതെല്ലാം ക്യാപ്ചർ ചെയ്യാനുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ കമ്പി വഴി തന്നെയാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ കുറച്ചും കൂടെ അങ്ങനെ നമുക്കൊരു ചലഞ്ച് വരുമ്പോൾ, നമ്മുടെ ഒരു ക്രിയേറ്റീവ് സ്പേസിലൊരു ചലഞ്ച് ഉണ്ടാകുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് ചിലപ്പോൾ ഭയങ്കര ബ്രില്യൻ്റായിട്ട് അതിൻ്റെ ഒരു ഔട്ട്കം ഉണ്ടാവും. അതവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ റെസ്ട്രിക്ഷൻ. അല്ലെങ്കിൽ നമുക്ക് കൺവെൻഷണൽ ഷോട്ടുകളിലേക്ക് പോയേനെ. അതിന് നമുക്ക് തടസ്സം ഉണ്ടായതുകൊണ്ട് നമ്മൾ നമ്മുടെ മുമ്പിലുള്ള ചലഞ്ചിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഷോട്ടുകളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് അത് നന്നായി വന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ആ സീൻ ഇപ്പോഴും കാണുമ്പോൾ ഗൂസ് ബംപ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ലാലിൻ്റെ ആ മ്യൂസിക് അതിനുവേണ്ടി മാത്രം ഞാൻ ഇറക്കിയിട്ട് കാണും. അത് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്. ആ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഷോട്ട് തൊട്ട് ആ സീൻ മുഴുവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളിപ്പോൾ ഒരുപാട് സിനിമ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ഫിലിം റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പോൾ ഞാനൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോന്റെ താഴെ, ഈ ഒരു സിനിമയൊക്കെ അന്ന് തിയേറ്ററിൽ കണ്ടവർ ഒരുപാട് ഭാഗ്യവാന്മാരാന്നൊക്കെ. തീർച്ചയായിട്ടും കാരണം ഇത് ഒരു റിലീസിനുള്ള സാധ്യതയുള്ള ഒരു സിനിമയാണ്. കേട്ടോ, അത്രയും മാത്രം ആൾക്കാർ എൻജോയ് ചെയ്ത് കണ്ടതാണ്. പിന്നെയുള്ള ജനറേഷൻ, അതിന് ശേഷം ജനിച്ച ആൾക്കാരല്ല, ഇപ്പോൾ 30 വയസ്സിൽ താഴെയുള്ളവരൊന്നും തിയേറ്റർ കണ്ടില്ല. 30 വയസ്സുള്ളവർ പോലും 3-ാമത്തെ വയസ്സിൽ അത് പോയി കണ്ട് ഓർമ്മ പോലും ഇല്ല. അവർ 10-35 വയസ്സുള്ള ആൾക്കാർക്ക് പോലും അത് ഇന്ന് തിയേറ്ററിൽ കാണാനായിട്ടുള്ള അവസരം കിട്ടുകയാണെങ്കിൽ, ഇപ്പോഴത്തെ നമ്മുടെ ഫസ്റ്റ് ഡേ ഓഡിയൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു ബിലോ 30-35 ആൾക്കാരാണ് ആദ്യം തിയേറ്ററിൽ വരുന്നത്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ നെഗറ്റീവ്സും കാര്യങ്ങളും സൗണ്ട് ട്രാക്കൊക്കെ എങ്ങനെയാണ് അവൈലബിൾ ആണോന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും സമറിൻ ബത്ലഹേം എന്ന മൂവിയെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. താങ്ക് യു സോ മച്ച് സർ. തീർച്ചയായും സമറിൻ ബത്ലഹേം എന്ന മൂവി ഒരുപാട് കളർഫുൾ ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ്. പാട്ടുകൾ കൊണ്ടും കാഴ്ചകൾ കൊണ്ടും ഒക്കെ നമ്മളെ അമ്പരപ്പിച്ചതും വിസ്മയിപ്പിച്ചതുമായ ഒരു മൂവി തന്നെയാണ്. സോ താങ്ക് യു.